മലബാർ ദേവസ്വം ജീവനക്കാരുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം തേടി പാണക്കാട്ടേക്ക്. ഇതിലെന്താ ഇത്രയ്ക്ക് ആശ്ചര്യപ്പെടാൻ? കഴിഞ്ഞ 31 വർഷമായി തുടരുന്ന മലബാർ ദേവസ്വം ബോർഡ് ബില്ല് നിയമമാക്കാൻ 2 തവണ LDF സർക്കാരിനെ സംഘടന സമീപിച്ചിരുന്നു. എന്നാൽ അവർ അതിന് അനുകൂല നിലപാട് എടുത്തിരുന്നില്ല. ഇപ്പോഴുള്ള ദേവസ്വം മന്ത്രി കെ മുരളീധരനെയും മുഖ്യമന്ത്രി VD സതീശനെയും തങ്ങളുടെ ആവശ്യങ്ങൾ ബോധ്യപ്പെടുത്തിയെന്നും സംഘടന ഭാരവാഹികൾ പറയുന്നു. ഇവിടെ സ്വാഭാവികമായും ഹിന്ദുക്കളായി നമ്മൾ ചിന്തിക്കുന്നത് മുഖ്യനെയും ദേവസ്വം മന്ത്രിയെയും കണ്ടിട്ട് ഇവരെന്തിനാണ് ഓടി പാണക്കാട്ടേക്ക് പോയത് എന്നാകും. 10 വർഷം ഭരിച്ച LDF സർക്കാരിനെ 2 തവണ കണ്ടിട്ടും അനുകൂല നടപടികൾ ഉണ്ടാകാതിരുന്നിട്ടും എന്തുകൊണ്ടാണ് അന്ന് പാണക്കാട്ടേക്ക് കേരള സ്റ്റേറ്റ് ടെമ്പിൾ എംപ്ലോയീസ് കോർഡിനേഷൻ കമ്മിറ്റി നേതാക്കൾ പോകാതിരുന്നത്? അന്നും പാണക്കാടും തങ്ങളും അവിടെ തന്നെ ഉണ്ടായിരുന്നില്ലേ എന്നും ചിന്തിക്കും. വളരെ സ്വാഭാവികമായ ചിന്ത. അവിടെയാണ് നമ്മൾ പുതിയ സർക്കാരിൻ്റെ ഭരണത്തിലുള്ള ലീഗിൻ്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കാൻ. അവിടെയാണ് നമ്മൾ കേട്ട മുദ്രാവാക്യമുണ്ടല്ലോ, ലീഗ് ഭരിക്കും കേരളത്തിൽ, ലീഗ് പറയും നിയമങ്ങൾ. അതിൻ്റെ പൊരുളിനെക്കുറിച്ച് ചിന്തിക്കാൻ. മന്ത്രിസഭയുടെ നിയന്ത്രണം ആരിലാണ് എന്ന തിരിച്ചറിവ് തന്നെയാണ് കേരള സ്റ്റേറ്റ് ടെമ്പിൾ എംപ്ലോയീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതാക്കളെ സാദിഖ് അലി ശിഹാബ് തങ്ങളെ കണ്ട് നിവേദനം സമർപ്പിക്കാൻ പ്രേരിപ്പിച്ച ഘടകം. ഹൈന്ദവ ആരാധനാലയങ്ങളിലെ കാര്യവാഹക സംഘടന സർക്കാരിൽ നിന്നും സമ്മർദ്ദം ചെലുത്തി ആ ബില്ല് നിയമമാക്കി കിട്ടാൻ ഒരു ഹൈന്ദവ മത നേതാക്കളെയും കാണാൻ ശ്രമിക്കാത്തത് അവർക്ക് ആ സർക്കാരിൽ ഒരു പ്രാധാന്യവും ഇല്ല എന്നതുകൊണ്ട് തന്നെ ആവാം. ഇത് മന്ത്ര പറയുമ്പോൾ തിരുത്തൽവാദി, കുത്തിത്തിരിപ്പ് ചാനൽ, ചാണകം, സംഘി എന്നൊക്കെ വന്ന് മെഴുകും. സത്യം പറയുമ്പോൾ ഇത്തരത്തിൽ കേൾക്കുന്നത് പതിവാണ്. ദേവസ്വം ബോർഡിന് കീഴിലുള്ള വരുമാനമില്ലാത്ത പല ക്ഷേത്രങ്ങളും ഇന്ന് ജീർണാവസ്ഥയിലാണ്. വരുമാനം വരുന്ന ക്ഷേത്രങ്ങൾ മാത്രമേ ദേവസ്വത്തിനും സർക്കാരിനും താല്പര്യമുള്ളൂ. അത്തരത്തിൽ ജീർണാവസ്ഥയിൽ നിലനിൽക്കുന്ന ക്ഷേത്രങ്ങൾ മന്ത്രിയെ കേൾക്കുന്ന നിങ്ങളുടെ നാട്ടിലുമുണ്ടാകും. ആ ക്ഷേത്രത്തിൻ്റെ വിവരം സ്ഥലനാമം സഹിതം കമൻ്റായി രേഖപ്പെടുത്തുക, വിശ്വാസികളും അറിയട്ടെ. എന്തായാലും മതസൗഹാർദ്ദം പൂത്തുലയുന്ന വിസ്മയ കേരളത്തിൽ, ബഹുസ്വരതയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന സമാധാന കേരളത്തിൽ മലബാർ ദേവസ്വം ബോർഡിലെ പ്രശ്നങ്ങൾക്കും ജീവനക്കാരുടെ ആവശ്യങ്ങൾക്കും പാണക്കാട് നിന്ന് അനുകൂലമായ തീരുമാനമുണ്ടാകും എന്ന് തന്നെയാണ് മന്ത്രിയുടെ വിശ്വാസം. ഏവർക്കും നന്മകളുണ്ടാവട്ടെ.